തമിഴകത്തിന്റെ തലൈവി ഇനി ഓർമ്മ. മെറീനയിൽ എംജിആറിന്റെ സ്മാരകത്തിനടുത്താണ് ജയലളിതയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത്. തോഴി ശശികലയാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. ജയലളിതയ്ക്ക് വിട ചൊല്ലാൻ പ്രമുഖരടക്കം പതിനായിരങ്ങൾ ഒഴുകിയെത്തി. കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തുമായി 6 പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന തമിഴകത്തിന്റെ തലൈവിക്ക് മറീന ബീച്ചിൽ തന്റെ ഗുരു എംജിആറിന്റെ സ്മാരകത്തിനടുത്താണ് അന്ത്യവിശ്രമം ഒരുക്കിയത്. പൂർണ്ണ സൈനിക ബഹുമതികളോടെ നാട് ജയയ്ക്ക് വിട ചൊല്ലുകയായിരുന്നു. ജയലളിതയുടെ തോഴി ശശികലയാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു, ഗവർണർ വിദ്യാസാഗർ റാവു, മുഖ്യമന്ത്രി ഒ പനീർശെൽവം, AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തുടങ്ങി പ്രമുഖരുൾപ്പെടെ നിരവധി ആളുകൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. മറീന ബീച്ചിലേക്ക് വിലാപയാത്ര കടന്നുപോയ പാതയോരങ്ങളിൽ പതിനായിരങ്ങളാണ് ജയയെ ഒരുനോക്ക് കാണാൻ തടിച്ചുകൂടിയത്. നേരത്തെ രാജാജി ഹാളിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ വിവിധ സംസ്ഥാന മന്ത്രിമാർ, പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ ജയയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു ചെന്നൈ. തിങ്കളാഴ്ച രാത്രി 12:30ഓടെയാണ് ജയലളിതയുടെ മരണം സ്ഥിരീകരിച്ച വാർത്താക്കുറിപ്പ് അപ്പോളോ ആശുപത്രി പുറത്തിറക്കിയത്. പിന്നീട് ഔദ്യോഗിക വസതിയായ പോയസ് ഗാർഡനിലും രാജാജി ഹാളിലും മൃതദേഹം പൊതുദർശനത്തിനെത്തിക്കുകയായിരുന്നു. വൈകിട്ട് 4:30ഓടെ സംസ്കാരത്തിനായി മറീന ബീച്ചിലേക്ക് ജയയുടെ അവസാന യാത്ര. പൊതുദർശനം നടന്ന രാജാജി ഹാളിലെ തിരക്ക് ജയലളിത എന്ന രാഷ്ട്രീയ നേതാവിന്റെ ജനകീയ അടിത്തറ വ്യക്തമാക്കുന്നു. ആളൊഴിഞ്ഞ രാജാജി ഹാൾ പോലെ തമിഴകം ഇനി ശൂന്യം. ചെന്നൈയിൽ നിന്നും ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം MR സജേഷ്. 29 വർഷങ്ങൾക്ക് മുൻപ് എംജിആറിന് നൽകിയ പോലെ വികാരനിർഭരമായൊരു യാത്രയയപ്പാണ് തലൈവിക്കും തമിഴ്നാട് നൽകിയത്. മറൈൻ ബീച്ചിലെ എംജിആറിന്റെ സ്മൃതി മണ്ഡപത്തോട് ചേർന്നാണ് ജയലളിതയ്ക്കും അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. തമിഴ് ജനതയ്ക്ക് ആഴമേറിയ ദുഃഖങ്ങൾ നൽകിയ മാസമാണ് ഡിസംബർ. ഇതിനു മുൻപ് ഹൃദയഭേദകമായൊരു യാത്രയയപ്പ് തമിഴ് ജനത നൽകിയത് അവരുടെ പ്രിയപ്പെട്ട മക്കൾ തിലകം എംജിആറിനായിരുന്നു. എംജിആറിന്റെ ഇതേ കനി ജയലളിതയും യാത്രയാകുന്നത് ഒരു ഡിസംബറിന്റെ ദുഃഖമായി തന്നെയാണ്. മറീന ബീച്ചിൽ വെള്ളിത്തിരിയിലെ തന്റെ പ്രിയ നായകനും രാഷ്ട്രീയ ഗുരുവുമായ എംജിആർ അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് തൊട്ടരികിൽ തന്നെയാണ് എംജിആറിന്റെ അമ്മുവിന് തമിഴകത്തിന്റെ അമ്മയ്ക്ക് നിത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. എംജിആർ എന്നെങ്കിലും തന്നെ ജീവിതത്തിലേക്ക് കൂട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ജയലളിത. എന്നാൽ ഒപ്പമുള്ളവർ എന്നും ജയയെ എംജിആറിൽ നിന്നും അകറ്റാനാണ് ശ്രമിച്ചത്. അപ്പോളോ ആശുപത്രിയിൽ എംജിആറിന്റെ അവസാന നാളുകൾ അദ്ദേഹത്തെ കാണാൻ അവർ അനുവദിച്ചിരുന്നില്ല. അദ്ദേഹത്തെ കാണാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജയലളിത അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. തലൈവരുടെ വിലാപയാത്രയിൽ നിന്നും 29 വർഷങ്ങൾക്ക് മുൻപ് ജയലളിതയെ ഇറക്കിവിട്ട അതേ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് ഇന്ന് ജയലളിതയുടെ വിലാപയാത്രയെ കണ്ണീരോടെ അനുഗമിച്ചത്. ഒരുപക്ഷെ അവർ കാലത്തിന് കണ്ടുവെച്ച മധുരമായ പ്രതികാരം. ജീവിതത്തിൽ അകന്നു നിൽക്കേണ്ടി വന്നെങ്കിലും മരണത്തിൽ തന്റെ പ്രിയ നായകനോട് ചേർന്ന് അന്ത്യവിശ്രമം കൊള്ളാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു. 29 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഡിസംബർ സന്ധ്യയിൽ എംജിആറിന് നൽകിയതുപോലെ വികാരനിർഭരമായൊരു യാത്രയപ്പാണ് തലൈവിക്കും തമിഴകം നൽകിയത്. എംജിആറിനെ പോലെ തനിക്ക് ശേഷം ആരെന്ന് പറഞ്ഞു വെക്കാതെ തലൈവിയും യാത്രയായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്. ജയലളിതയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ചെന്നൈ രാജാജി ഹാളിൽ നിരവധി രാഷ്ട്രീയ നേതാക്കളാണ് എത്തിച്ചേർന്നത്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള നേതാക്കൾ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ വനിതയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ജയലളിതയുടെ മൃതദേഹം ചെന്നൈ രാജാജി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചതു മുതൽ ആദരാഞ്ജലി അർപ്പിക്കാൻ ദേശീയ നേതാക്കളടക്കം എത്തിത്തുടങ്ങിയിരുന്നു. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ വെങ്കയ്യ നായിഡു ഇന്നലെ മുതൽ ചെന്നൈയിലുണ്ടായിരുന്നു. രാവിലെ തന്നെ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു. ജയലളിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ചെന്നൈയിലേക്ക് പുറപ്പെട്ട രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ വിമാനം യന്ത്രത്തകരാർ കാരണം ദില്ലി വിമാനത്താവളത്തിൽ തിരിച്ചിറക്കി. തുടർന്ന് വൈകുന്നേരത്തോടെയാണ് രാഷ്ട്രപതി ചെന്നൈയിലെത്തിയതും ആദരാഞ്ജലി അർപ്പിച്ചതും. ഉച്ചയ്ക്ക് 1 മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജാജി ഹാളിലെത്തി ജയലളിതയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആദരാഞ്ജലി അർപ്പിച്ചു. ഗുലാം നബി ആസാദും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങിയവരും ജയയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും അന്തരിച്ച നേതാവിന് ആദരാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രീയ ഭേദമന്യേയുള്ള നേതാക്കളുടെ ആദരം ജയലളിത എന്ന കരുത്തുറ്റ ഭരണാധികാരിയുടെ രാഷ്ട്രതന്ത്രജ്ഞതയാണ് വെളിവാക്കുന്നത്. ന്യൂസ് ഡെസ്ക്. ജയലളിതയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചും തമിഴ് മക്കളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നും കേരളം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാക്കളും ഒരുമിച്ചെത്തിയാണ് ജയലളിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ജയലളിതയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ കേരള മന്ത്രിസഭാ യോഗം സംസ്ഥാനത്ത് 3 ദിവസത്തെ ദുഃഖാചരണം തീരുമാനിച്ചു.
തമിഴകത്തിന്റെ തലൈവി വിടവാങ്ങിയപ്പോൾ യാത്രാമൊഴിയേകി തമിഴ് ജനതയ്ക്ക് ആശ്വാസമരുളി അയൽനാടും ഒപ്പം നിന്നു. ജയലളിതയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ കേരളത്തെ പ്രതിനിധീകരിച്ച രാഷ്ട്രീയ കക്ഷിഭേദമില്ലാതെ നേതാക്കൾ ഒരുമിച്ചെത്തി. ഗവർണർ പി സദാശിവത്തിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമാണ് ഒരുമിച്ച് ചെന്നൈയിലെത്തി ജയലളിതയ്ക്ക് അന്ത്യാഞ്ജലി നേർന്നത്. നേരത്തെ മന്ത്രിസഭായോഗം ചേർന്ന് ജയലളിതയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി എത്തിയത്. മൗനാചരണത്തോടെ ആരംഭിച്ച് നിർദ്ദിഷ്ട അജണ്ടകളിലേക്ക് കടക്കാതെ മന്ത്രിസഭായോഗം അനുശോചനമറിയിച്ച് പിരിയുകയായിരുന്നു. അസാമാന്യമായ ഭരണനൈപുണ്യവും ജനങ്ങളോടുള്ള ആത്മാർത്ഥമായ പ്രതിബദ്ധതയും കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ജയലളിതയെന്ന് മന്ത്രിസഭ പ്രമേയത്തിൽ അനുശോചിച്ചു. സംസ്ഥാനത്ത് 3 ദിവസത്തെ ദുഃഖാചരണം നടത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഈ ദിവസങ്ങളിൽ നടക്കുന്ന സർക്കാർ പരിപാടികളിൽ ആർഭാടങ്ങൾ ഒഴിവാക്കും. അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാകും ചടങ്ങുകൾ തുടങ്ങുക. ദുഃഖാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും 1 ദിവസത്തെ അവധിയും നൽകിയിരുന്നു. കേരളവുമായി എന്നും നല്ല ബന്ധം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധ വെച്ച ജയലളിത മലയാളികളുടെ മനസ്സിൽ മായാത്ത സ്ഥാനം നേടിയിരുന്നുവെന്നും കേരളത്തിനും അപരിഹാര്യമായ നഷ്ടമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. തമിഴ്നാട്ടിൽ എന്ന പോലെ ശോകമൂകമായിരുന്നു ജയലളിതയുടെ മരണത്തിനു ശേഷം കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെയും അവസ്ഥ. സംസ്ഥാനത്ത് തമിഴ്നാട്ടുകാർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലും സമാന പ്രതീതി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തമിഴകത്തിന്റെ അമ്മ ജയലളിത അന്തരിച്ചെന്ന സത്യം വിശ്വസിക്കാനാവാതെ പൊട്ടിക്കരയുകയാണ് തമിഴ് ജനത. ജയലളിതയുടെ നിര്യാണത്തിൽ മനം നൊന്ത് തമിഴ്നാട്ടിൽ 4 പേർ ആത്മഹത്യ ചെയ്തു. 5 AIADMK പ്രവർത്തകർ ഹൃദയാഘാതം മൂലം മരിച്ചു. തമിഴ് ജനതയെ കണ്ണീരിലാഴ്ത്തിയാണ് പുരട്சி തലൈവി ജയലളിത ലോകത്തോട് വിട പറഞ്ഞത്. രാവിലെ മുതൽ തങ്ങളുടെ അൻപിനുടമയെ ഒരു നോക്ക് കാണാൻ ജനങ്ങൾ രാജാജി ഹാളിലേക്ക് ഒഴുകുകയായിരുന്നു. ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണെന്ന വാർത്ത പുറത്തുവന്ന ആദ്യ നിമിഷം മുതൽ ചെന്നൈ അപ്പോളോ ആശുപത്രിയിലേക്ക് അണികളുടെ ഒഴുക്കായിരുന്നു. അമ്മയ്ക്കു വേണ്ടി പ്രാർത്ഥനകളുമായി ഒരു രാവും പകലും അവർ ജലപാനമില്ലാതെ അവിടെ അങ്ങനെ കാത്തുനിന്നു. മക്കൾ ഷെൽവി ജീവിതത്തിലേക്ക് മടങ്ങിവരുമെന്ന് അവസാന നിമിഷം വരെ അവർ പ്രതീക്ഷിച്ചു. ഒടുവിൽ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ആ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നതോടെ അമ്മ എന്ന് ഉറക്കെ അലമുറയിട്ട് കരയുകയായിരുന്നു അണികൾ. വൈകാരികമായാണ് തമിഴ് ജനത ആ സത്യത്തോട് പ്രതികരിച്ചത്. അമ്മയുടെ നില അതീവ ഗുരുതരമാണെന്നറിഞ്ഞപ്പോൾ 3 പേർ ആത്മഹത്യ ചെയ്തിരുന്നു. മരണവാർത്ത സ്ഥിരീകരിച്ചതോടെ 4 പേരാണ് തമിഴ്നാട്ടിൽ ആത്മഹത്യ ചെയ്തത്. വിരുദനഗർ സ്വദേശി രാമചന്ദ്രൻ, വേലൂർ സ്വദേശി പേരരശ്, തിരുച്ചി സ്വദേശി പഴനിച്ചാമി, കോയമ്പത്തൂർ തൊട്ടിൽപാളയത്ത് സുബ്രഹ്മണ്യൻ എന്നിവരാണ് അമ്മയ്ക്കായി ആത്മാഹൂതി നടത്തിയത്. 5 AIADMK പ്രവർത്തകർ ഹൃദയാഘാതം മൂലം മരിച്ചു. സന്യാസിപ്പേട്ട ഗാന്ധിനഗർ കോളനി ശ്രീകണ്ഠൻ, നെയ്വാസൽ തങ്കരാസു ചാമുണ്ടി, പെരിയസ്വാമി, പൊന്നമ്മാൾ എന്നിവരാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. ഇനി അമ്മയില്ലാത്ത തമിഴകമാണ്. കൈപ്പേറിയതെങ്കിലും തമിഴകം ആ സത്യം അംഗീകരിച്ചേ മതിയാകൂ. ന്യൂസ് ഡെസ്ക്. പകരം ഇനി ആര് എന്ന ചോദ്യം അവശേഷിച്ചാണ് ജയലളിത വിടവാങ്ങുന്നത്. അന്തരിച്ച മണിക്കൂറുകൾക്കകം പുതിയ മുഖ്യമന്ത്രി സ്ഥാനമേറ്റതുപോലെ എളുപ്പമാവില്ല ഇനി AIADMKയുടെ മുന്നോട്ടുള്ള പോക്ക്. തമിഴ്നാട്ടിലെ ദ്രാവിഡിയൻ രാഷ്ട്രീയത്തിന് വരും ദിനങ്ങളിൽ ഏറെ നിർണായകമായിരിക്കും. അക്ഷരാർത്ഥത്തിൽ അനാഥമായി പോയിരിക്കുന്നു തമിഴ്നാട് രാഷ്ട്രീയം. മുഖ്യമന്ത്രി പദത്തിൽ പകരക്കാരനെത്തിയെങ്കിലും ജയലളിത മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ഇനി നയിക്കാൻ ആരുണ്ടെന്ന ചോദ്യം തമിഴ്നാട്ടിലും ദേശീയ രാഷ്ട്രീയത്തിലും അവശേഷിക്കുന്നു. ദില്ലിയിൽ NDAയോട് ഒപ്പമല്ലെങ്കിലും ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകി ഒരടുപ്പം BJP AIADMKയോട് നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ അത് ജയലളിതയില്ലാത്ത പാർട്ടിക്ക് ഇനി ഭാരമാകും. ദ്രവീഡിയൻ രാഷ്ട്രീയത്തിലെ അന്തർജിത്തങ്ങൾ നന്നായി ഉപയോഗിക്കാൻ BJP പോലെ ഒരു പാർട്ടിക്ക് എളുപ്പം കഴിഞ്ഞാൽ AIADMK ഇല്ലാതാകും എന്നതിൽ സംശയമില്ല. ജയലളിതയുടെ വിയോഗ ചടങ്ങുകളിലെല്ലാം മുഖ്യമന്ത്രി പനീർശെൽവത്തെ പോലും അപ്രസക്തനാക്കി നിറഞ്ഞു നിന്ന ശശികല, ദേശീയ രാഷ്ട്രീയത്തിലൂടെ സംസ്ഥാനത്ത് ഭരണം സ്വപ്നം കാണുന്ന ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പിദുരൈ,
പാർട്ടിയെയും മന്ത്രിസഭയും ഒരുമിച്ച് നിർത്താൻ നിയോഗിക്കപ്പെട്ട പനീർശെൽവം എന്നിവരെ ചുറ്റിപ്പറ്റിയാകും ഇനി ADMKയുടെ ഭാവി. കരുണാനിധിയിൽ നിന്ന് അധികാരം ഏറ്റുവാങ്ങിയ മകൻ സ്റ്റാലിൻ നയിക്കുന്ന DMKക്കാളേറെ ADMK ഭയക്കേണ്ടത് BJPയെയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഒരു സീറ്റേ കിട്ടിയുള്ളൂവെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ മുന്നേറ്റമുണ്ടാക്കിയിട്ടുള്ള BJPയും ജയലളിതയില്ലാത്ത തമിഴ്നാട്ടിൽ ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിൽ ഇനി മാറ്റങ്ങളുണ്ടാകുമെന്ന് കോൺഗ്രസും ചൂണ്ടിക്കാട്ടുന്നു. ജയലളിതയുടെ വേർപാടോടുകൂടി തമിഴ്നാട് രാഷ്ട്രീയം ഇനി പഴയതായിരിക്കില്ല. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പല കലക്കവും ഉണ്ടാകാം, പല മാറ്റങ്ങളും ഉണ്ടാകാം. അതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്. അണ്ണാദുരൈയുടെ യുക്തിവാദവും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള പൊതുപ്രവർത്തനവും MGRലെത്തിയപ്പോൾ വിരുദ്ധ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയമായി. ജയലളിത മുന്നോട്ട് നടന്ന ആ വഴി ഇപ്പോൾ പിൻഗാമികളില്ലാതെ വിജനമായിരിക്കുന്നു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല ദർശനത്തിൽ 18ാം പടി കയറുന്നതിന്റെ പ്രാധാന്യം ഏറെയാണ്. ശബരിമല അയ്യപ്പനോളം പ്രാധാന്യം തന്നെയാണ് 18ാം പടിക്കും ഓരോ അയ്യപ്പ ഭക്തനും നൽകുന്നത്. ഇരുമുടിക്കെട്ടില്ലാത്ത ഒരു ഭക്തനും 18ാം പടി കയറാനുമാവില്ല. 18 പടികൾ 18 മലകളെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. ആദ്യത്തെ 8 പടികൾ അഷ്ടരാഗങ്ങളാകുന്നു. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന പിന്നീടുള്ള 5 പടിയും ത്രിഗുണങ്ങളാകുന്ന 3 പടിയും കടന്ന് അവിദ്യയിൽ നിന്നും വിദ്യയിലേക്ക് എത്തുന്ന 2 പടി കൂടി പ്രാപിച്ചാൽ 18 പടി വണങ്ങൾ പൂർണ്ണമാകുന്നു. ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് 18 മലകളാൽ ചുറ്റപ്പെടുന്ന അയ്യപ്പന്റെ പൂങ്കാവനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഈ 18 മലകളിലുള്ള മലദൈവങ്ങളെ ഈ 18 പടിയിൽ കുടിവെച്ചിരിക്കുന്നു എന്നാണ് ഐതിഹ്യം. അവർക്കുള്ള പ്രത്യേക പൂജയാണ് പടിപൂജ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ 18 മലകളിൽ പോകാൻ സാധിക്കാതെ വരുന്നത്. എല്ലാവർക്കും എത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഓരോ പടിയിൽ തൊട്ട് വന്നിച്ച് അവർ കയറി വരുന്നതിൻ്റെ ഉദ്ദേശം ഈ മലദേവതകളുടെയുള്ള ആരാധനാക്രമം തന്നെയാണ്. 18 പടിയും പ്രാപിച്ചു കഴിഞ്ഞ ഇരുമുടിക്കെട്ടേന്തിയ ഭക്തൻ ഈശ്വരനാകുന്നുവെന്ന തത്വമസിയിലേക്ക് എത്തിച്ചേരുന്നു. സത്യമായ പൊന്നു 18ാം പടി കടക്കുന്ന ഭക്തൻ ഈശ്വരൻ തന്നെയാകുന്നു എന്നാണ് വിശ്വാസവും. ആ വിശ്വാസവും പേറിയാണ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തർ ഇരുമുടിക്കെട്ടുമേന്തി പൊന്നു 18ാം പടി കയറി തത്വമസിയിലേക്ക് എത്തിച്ചേരുന്നത്. സ്വർണത്താൽ നിർമ്മിതമായ ഓരോ പടിയെയും വണങ്ങി ഇരുമുടിയുമേന്തിയാണ് ഓരോ ഭക്തനും തത്വമസിയിലേക്ക് എത്തേണ്ടതും. മാലയിട്ട് ഇരുമുടിയില്ലാതെ എത്തുന്ന ആർക്കും 18ാം പടി ചവിട്ടാൻ സാധിക്കുകയുമില്ല. ശബരിമലയെ ചുറ്റി നിൽക്കുന്ന 18 മലകളുടെയും പ്രതീകമായി സ്വർണത്താൽ തീർത്ത 18 പടികളിലും ഓരോ അയ്യപ്പ ഭക്തനും തന്റെ മനസ്സും ശരീരവും അർപ്പിച്ചു തന്നെയാണ് ശരണസന്നിധിയിലേക്ക് എത്തുന്നത്. സന്നിധാനത്തെ 18 പടികൾക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.